അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ഉള്ള പ്രധാനപ്പെട്ട വായനകളിലൊക്കെയും കർത്താവ് തൻ്റെ ശരീരത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും നിത്യജീവന് ഉതകുന്ന ഭക്ഷണത്തെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വായന ഭാഗങ്ങളാണ് നാം വായിച്ചു കേൾക്കുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചുപോയതുപോലെയല്ല, ഞാൻ നൽകുന്ന ഭക്ഷണം കഴിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അവന് നിത്യജീവനുണ്ടാകും, അവൻ്റെ ഉള്ളിൽ ജീവനുണ്ടാകും. ഇങ്ങനെ പല പദപ്രയോഗങ്ങളും പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൽ വിശദമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും കർത്താവിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന മാത്രമായി നമ്മൾ കരുതാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ശരീരമാണ് സഭ. ആ കർത്താവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. 2000 വർഷത്തിന് മുമ്പ് പാലസ്തീനിൽ ജീവിച്ചിരുന്ന കർത്താവിൻ്റെ ഒരു ശരീരമുണ്ട്. അതുപോലെ തന്നെ പെസഹായുടെ ദിവസം താൻ അപ്പമെടുത്ത് വാഴ്ത്തി ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ളൊരു മുഖാന്തരമാണ് ഈ ശരീരം. ഞാൻ നൽകുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ജീവിതമാണ് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയാണ്. അത് കേവലം വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ അവസാനിക്കുന്നതോ അല്ല. വിശുദ്ധ കുർബാനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലുള്ള പദം എവുക്കാറിസ്റ്റിയ എന്നാണ്. ഗീവ് താങ്ക്സ്, നന്ദി, സ്തോത്രം കരയേറ്റുന്ന ഒരു വലിയ അനുഭവമാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷയുടെ സമാപനത്തിൽ തന്നെ ഭരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നിറപടിയായി നിർവഹിച്ചതിന് ശേഷം താൻ സ്തോത്രം കരയേറ്റുകയാണ്. പിതാവിനെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. നിൻ്റെ ഇഷ്ടം പോലെ ഒരു ചെറിയ സമയത്തേക്ക് ഇതൊന്ന് മാറിക്കിട്ടിയാൽ കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടട്ടെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി സമർപ്പിച്ച് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുകയാണ്. ഇന്ന് ഈ കുർബാനയിൽ സംബന്ധിക്കുന്ന നമുക്ക് അനേകർക്കും കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ചിന്ത, ദുഃഖങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത സുഖസമൃദ്ധമായ സന്തോഷസമൃദ്ധമായ ഒരു ജീവിതമാണ് എന്ന് നമ്മൾ ധരിക്കാറുണ്ട്. എന്നാൽ കർത്താവുമായി ബന്ധപ്പെടുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും കഠിനമായ ചില സംഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ നടത്തപ്പെടേണ്ടതായിട്ട് വരും. ആ തീവ്രമായ മരണത്തിൻ്റെ മുമ്പിലാണ് ഗെത്സമന തോട്ടത്തിൽ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭരമേൽപ്പിച്ച ശേഷം അവൻ സ്തോത്രം ചൊല്ലുന്നു, ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരമായ സഭയിലെ നമ്മൾ ഓരോരുത്തരും ആ കർത്താവിൻ്റെ ശരീരവുമായി ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്ന് സാവധാനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രയാസവുമില്ല എന്നുള്ളതാണ്, സത്യമാണ്. എന്നാൽ ലോകത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളിലും ഒക്കെ നാം അഭിമുഖീകരിക്കേണ്ടതായി വരും. കർത്താവിൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ ഭവനത്തിൽ കർത്താവ് സ്ഥിരമായി സന്ദർശിക്കുകയും ആ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നുവെങ്കിലും അവിടെയും മരണം കടന്നു വന്നു. താൻ ഏറ്റവും പ്രിയപ്പെട്ട സ്തേഫാനോസും അതുപോലെ തന്നെ വളരെയേറെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമൊക്കെ ദാരുണമായ മരണത്തിന് വിധേയമാകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് അടുക്കുമ്പോഴേ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറുമെന്നുള്ളതല്ല, ഈ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ മുഖത്തെ ദർശിക്കുവാനായി
ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു വലിയ കുർബാനയായി രൂപപ്പെടുന്നത്, യൂഖാറിസ്റ്റിയായി രൂപപ്പെടുന്നത്. നമ്മൾ അനുഭവിക്കുന്നതല്ല, നമ്മുടെ ജീവിതം തന്നെ ഒരു കുർബാനയായി, ഒരു സ്നേഹയാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരുടെ മരണം, പ്രിയപ്പെട്ടവരുടെ രോഗം, പല വിധത്തിലുള്ള വൈഷമ്യങ്ങളിലൂടെ ഉള്ള കടന്നുപോക്ക്, ഇതൊക്കെ കാണുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചുവോ എന്ന് പലപ്പോഴും സംശയിക്കാറുണ്ട്. ഇന്നലെ ഒരു അമ്മയെ ആശ്വസിപ്പിക്കുവാനായിട്ട് പോയി. അമ്മയുടെ മക്കളിൽ ഒരു മകൻ 19 വയസ്സ് വരെ നല്ലതുപോലെ പഠിച്ച് അടുത്ത മാസം വിവാഹം ചെയ്യുവാനായിട്ടെല്ലാം ഒരുങ്ങുന്ന അവസരത്തിലാണ് പെട്ടെന്ന് മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നത്. ജീവിതത്തിൽ എല്ലാ പ്രകാശവും നഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളാണ്. എന്നാൽ ആ സന്ദർഭങ്ങൾക്കും അപ്പുറമായി ദൈവത്തെ അറിയുവാൻ, രുചിച്ചറിയുവാൻ, വേദനയുടെ, യാതനയുടെ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവമുഖം ദർശിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഒരു കുർബാനയായി, യാഗമായി മെശിഹാ തമ്പുരാൻ പിതാവിന് സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് വെല്ലൂർ ആശുപത്രിയിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരു മാതാപിതാക്കൾ 2 പേരും, ആ കുഞ്ഞ് ഉണ്ടായതിനു ശേഷം ഒരു 3 ഓപ്പറേഷനെങ്കിലും കഴിഞ്ഞു കാണും. അവരുടെ വിദേശത്തുള്ള ജോലിയൊക്കെ രാജിവെച്ച് വെല്ലൂർ താമസിച്ച് ശുശ്രൂഷിക്കുകയാണ്. ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന മാതാപിതാക്കൾ പറയുകയാണ്, തിരുമേനി, ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു. ഈ 3 വയസ്സിനുള്ളിൽ വലിയ 3 ഓപ്പറേഷൻ കഴിഞ്ഞ ആ കുഞ്ഞ്, അവളുടെ പേര് ഏഞ്ചൽ എന്നാണ്, സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇനി ഒരുപാട് ചികിത്സകൾ ചെയ്യേണ്ടിയിരിക്കും. അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം ഞങ്ങളെ കരുതുന്നു എന്ന് പറയുമ്പോൾ ആ വേദനയുടെ മധ്യത്തിൽ ദൈവമുഖം ദർശിക്കുവാനും, നമ്മുടെ കർത്താവ് അനുഭവിച്ചതായ വേദനകളുമായി നമ്മുടെ വേദനകളെ തട്ടിച്ച് നോക്കുവാനും, ആ ജീവിതവുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് കൃതജ്ഞത അർപ്പിക്കുവാനും സാധിക്കണം. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം കൃതജ്ഞതയില്ലാത്തൊരു ലോകമാണ്. മാതാപിതാക്കളോടില്ല, സഹോദരങ്ങളോടില്ല, കൈപിടിച്ചുയർത്തിയ ആരോടും കൃതജ്ഞതയില്ലാത്തൊരു ലോകമാണ് വളർന്നു വരുന്നത്. എപ്പോഴും മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിക്കുകയും എപ്പോഴും അസഹിഷ്ണുതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. കിട്ടിയതിന് തൃപ്തിയില്ലാതെ കിട്ടാത്തതിനെക്കുറിച്ച് പരിഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഒരിക്കൽ നമുക്കൊക്കെ പരിചയമായ ഒരു കഥയാണ്. കാക്ക മനോഹരമായ അരയന്നത്തെ കണ്ടപ്പോൾ അതിൻ്റെ മനസ്സിൽ തോന്നി, ഈ വെള്ള പക്ഷി ഈ ലോകത്തിലുള്ള എല്ലാ പക്ഷികളിലും അനുഗ്രഹിക്കപ്പെട്ടതാണ്, ഭാഗ്യമുള്ളതാണ്. അതുകൊണ്ട് കാക്ക അരയന്നത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ള പക്ഷികളിലൊക്കെയും ഏറ്റവും മനോഹരമായ പക്ഷിയാണ്, അതുകൊണ്ട് നീ വലിയ ഭാഗ്യവതിയാണ്. അരയന്നം പറഞ്ഞു, എനിക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടെങ്കിലും ഞാൻ തത്തയെ കണ്ടപ്പോൾ മുതൽ എനിക്ക് വലിയ പ്രയാസമാണ്. 2 കളറുമായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണുമ്പോൾ ഒറ്റ കളറിൽ ഞാനിങ്ങനെ നിൽക്കുന്നത് എനിക്ക് വലിയ പ്രയാസമാണ്. അവർ 2 പേരും ചിന്തിച്ചു, ശരിയാണ്. അവർ തത്തയുടെ അടുത്ത് ചെന്ന് ഇതുപോലെ പറഞ്ഞു. തത്തയും പറഞ്ഞു, എനിക്കും തോന്നാറുണ്ട്, പക്ഷേ ഞാൻ മയിലിനെ കണ്ടപ്പോൾ എൻ്റെ ആ സന്തോഷമെല്ലാം പോയി. മയിൽ അനേകം ചിത്രങ്ങളും വർണ്ണങ്ങളുമായി ഇങ്ങനെ വിരിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ 2 വർണ്ണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് മയിലിൻ്റെ അടുത്ത് ഒരു മൃഗശാലയിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. മയിൽ ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ശരിയാണ്, പക്ഷേ ഞാൻ ഈ മൃഗശാലയിലെല്ലാം നോക്കിയിട്ടും ഒരു കാക്കയെ പോലും ആരും പിടിച്ച് കൂട്ടിലടച്ചിട്ടില്ല. ബാക്കിയുള്ള എല്ലാ പക്ഷികളെയും ഇവർ അടച്ച് ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ആ കാക്ക എത്ര ഭാഗ്യവതിയാണ്. സ്വതന്ത്രമായി ആകാശത്തിൽ വിരാജിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ച ആ കാക്കയെ ഞാൻ അത്ഭുതത്തോടെ നോക്കുകയാണ്.
പ്രിയമുള്ളവരെ, ഇത് ഒരു കഥയാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മളായിരിക്കുന്ന രംഗത്ത് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതിൽ സംതൃപ്തി തോന്നാതെ മറ്റു പലതിനും കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം അസന്തുഷ്ടിയോടുകൂടെ കഴിക്കുന്ന അനേകം ആളുകളുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ജീവിതവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. നിങ്ങളുടെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം ശ്രദ്ധയോടുകൂടെ നമ്മെ കരുതുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ കൃതജ്ഞതയോടെ അടുത്തു വരുവാൻ നമുക്ക് സാധിക്കണം. ഈയിടെ വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണ്, ഇഫ് യു സീ ദ സൺ യു വിൽ സീ ദ പവർ ഓഫ് ഗോഡ്. ശരിയാണ്, ലോകം മുഴുവനും പ്രകാശിപ്പിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ ജീവൻ കൊണ്ട് ത്രസിപ്പിക്കുന്ന സൂര്യൻ ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു അടയാളമാണ്. ഇഫ് യു സീ മൂൺ യു വിൽ സീ ദ ബ്യൂട്ടി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു വലിയ അടയാളമാണ് ചന്ദ്രൻ. മഹാകവികളൊക്കെ ചന്ദ്രനെ സൗന്ദര്യവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നല്ല വെണ്ണിലാവിലുള്ളപ്പോൾ ചന്ദ്രൻ്റെ ആ ശോഭ ആരെയും ആകർഷിക്കുന്നതാണ്. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഇഫ് യു സീ മിറർ വാട്ട് വിൽ വി സീ. നീ കണ്ണാടിയിൽ നോക്കുമ്പോൾ നീ എന്താണ് കാണുന്നത്? ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് കണ്ണാടിയുടെ മുമ്പിലാണ്. നമ്മൾക്കില്ലാത്ത സൗന്ദര്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടുകയും അതൊക്കെ എത്ര മനോഹരമാക്കുവാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ണാടിയുടെ മുമ്പിലാണ്. ഇഫ് യു സീ ദ മിറർ യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. ദൈവത്തിൻ്റെ മഹത്വപൂർണമായ ഒരു സൃഷ്ടിയാണ്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുകയാണ്. ആ മഹത്തരമായ അവസ്ഥയിൽ നമ്മെ ആക്കിയിരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയവിചാരങ്ങളെ അറിയുവാനും നമുക്ക് വേണ്ടി സ്നേഹത്തോടെ കരുതലോടെ പ്രവർത്തിക്കുന്നവനായ ആ ദൈവത്തെ മനസ്സിലാക്കുവാനും ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ പരമയാഗമായി സമർപ്പിക്കുവാനും നമ്മുടെ ജീവിതം തന്നെ ഒരു കുർബാനയായി ഭവിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെ വിശുദ്ധിയുടെ ജീവിതമുണ്ടാകണം. പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചുപോയെങ്കിലും ഈ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ നൽകുന്ന ശരീരം എൻ്റെ ശരീരമാണ്, എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് ജീവൻ സമർപ്പിച്ചതുപോലെ ആ ജീവിതവുമായി ചേർക്കപ്പെടുവാനായി പരിശുദ്ധ സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ ആ ശരീരത്തിലെ ശ്രേഷ്ഠമായ സ്ഥാനമാണ് നാം അലങ്കരിക്കുന്നത്. ആയതുകൊണ്ട് വെളിയിൽ നിന്നും ഈ ശരീരം വരേണ്ട കാര്യമില്ല. ഈ ശരീരം നമ്മിൽ തന്നെ വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, കൃതജ്ഞത കരയേറ്റുവാൻ, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ, എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ തലമുടിയിൽ നിന്ന് ഒരു മുടി പോലും അവൻ്റെ വിചാരണയില്ലാതെ നിലത്ത് വീഴുന്നില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വയലിലെ പൂച്ചെടിയെ നോക്കുകയും അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. എന്നാൽ അവയൊക്കെ എത്ര മനോഹരമായി ശലോമോൻ പോലും അത്ഭുതപ്പെടത്തക്ക വിധത്തിൽ സൗന്ദര്യത്തോടെ അതിനെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മെക്കുറിച്ച് കരുതുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും ആ ബന്ധത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ശരീരം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുവാൻ, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ശരീരവുമായി ബന്ധപ്പെടുന്ന ത്യാഗപൂർണമായ ഒരു കുർബാനയായി നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ തക്കവണ്ണം ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതുപോലെ ദൈവകാര്യങ്ങളിൽ നമ്മെ സമർപ്പിക്കുവാൻ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വേദനകളും രോഗങ്ങളും നമ്മുടെ ദുഃഖങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ചിന്ത പോലെയല്ല, നമ്മുടെ സമയം പോലെയല്ല, നമ്മുടെ ആലോചന പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്